നമ്മൾ ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് എന്തോ ആനക്കാര്യമാണെന്നുള്ള മട്ടിലാണ് ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ സിമ്പിളാണ്. തന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ, നാമരൂപരഹിതമായ ആ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ, വേറൊന്നുമില്ല. ഈ നാമരൂപസഹിതമായിരിക്കുന്ന തന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ്വശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ പരമസത്യം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് എന്നിലെ താൻ, നാട്ട് ഞാൻ. ഞാനും താനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക, അത്ര മാത്രമേ ഉള്ളൂ ആധ്യാത്മികത. എന്നിട്ട് തന്നിൽ താനായിട്ട് ആരാണോ സദാ തന്നിൽ വർത്തിക്കുന്നത്, ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. വേറെ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അതൊന്നും ആധ്യാത്മികതയല്ല. തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ആ താനാണ് താൻ എന്ന് സദാ ബോധിച്ച് ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് ആധ്യാത്മികത. ഋഭുഗീതയിലെ 9-ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. സർവത്ര പരിപൂർണാത്മാ, സർവത്ര കലനാത്മക, സർവത്ര നിത്യപൂർണാത്മാ, സ ജീവൻ മുക്ത ഉച്യതേ. ആരാണ് ജീവൻ മുക്തൻ? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ ആണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആരാണോ ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ സദാ വർത്തിക്കുന്നത്, അയാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കുമാകാം. ഏത് സമയത്തും നിങ്ങളെ ആ നിലയിലേക്ക് ഉദ്ധരിപ്പിക്കണം, ഉയർത്തണം. ദാറ്റ് ഈസ് ഭഗവത്ഗീതയുടെ റിക്വസ്റ്റ്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. ഫ്രം ദ ലിമിറ്റഡ് ഐ ടു ദ അൺലിമിറ്റഡ് ഐ. തന്നിലെ താൻ ഈ ശരീരത്തിൽ മാത്രമല്ല സർവ്വ ശരീരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ പരമാത്മ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആർക്കാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നത്, അയാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. നിങ്ങളിൽ ആർക്കുമാകാം. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യ പദവി, ഭർത്താവിൻ്റെ പദവി, ഇതൊന്നും അവിടെ പ്രശ്നമില്ല. അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ. അവിടെയൊക്കെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതൊക്കെ ചെയ്തുകൊള്ളൂ. അപ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാവമുണ്ടായിരിക്കണം. ഈ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ, നാമരൂപരഹിതമായ ആ താൻ, സർവ്വശരീരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് സദാ ഉള്ള വിചാരം ആരിലാണോ വർത്തിക്കുന്നത്, അയാളാണ് ജീവൻ മുക്തൻ. എന്തെങ്കിലും തടസ്സമുണ്ടോ നിങ്ങൾക്ക്? ആർക്കും ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാം. നിങ്ങളുടെ ലൗകിക പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, അത് പ്രാരബ്ധം, അത് അനുഭവിച്ചു തന്നെ തീർക്കണം. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളെ ആ പാരമാർത്ഥിക സത്യത്തിലേക്ക് ഉയർത്തിയിരിക്കണം. അതിന് കിട്ടുന്ന അവസരമാണ് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അസുലഭ സന്ദർഭം. മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ നമുക്ക് ഈ അവസ്ഥയിലേക്ക് തന്നെ ഉയർത്താൻ, ഉദ്ധരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് എൻ്റെ ജീവിതം ഇങ്ങനെ നാശക്കോട്ടയായിപ്പോയല്ലോ, ഈ തരത്തിൽ അല്ലേ ദുരിതക്കയത്തിൽ പെട്ട് കിടക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദുഃഖഭാവത്തിൽ കഴിയുകയാണെങ്കിൽ അവൻ്റെ ജീവിതം പാഴ്, അധോഗതി. അതൊക്കെ പ്രാരബ്ധം. അതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കണം,
ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നല്ലോ. എത്ര മഹാഭാഗ്യവാനാണ് ഞാൻ. ഈ ശരീരത്തിൽ വെച്ച് തന്നെ ഇനി ശരീരം എടുക്കാതിരിക്കാനുള്ള ആ മഹത് സന്ദർഭമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ് നേടേണ്ടത്? ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഈ കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാമരൂപധാരിയായ ഞാൻ ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതേ അല്ല. ജാഗ്രത അവസ്ഥയിൽ ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനിലുണ്ടോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളിലെ ഞാനാണ്. അപ്പോൾ ഞാൻ ഈ ജാഗ്രത അവസ്ഥയിലെ ഞാൻ മാത്രമല്ല, സ്വപ്നാവസ്ഥയിലെ ഞാൻ, സുഷുപ്തി അവസ്ഥയിലെ ഞാൻ, പല ഞാനുകളുണ്ട്. ഈ ഞാനുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാഗ്രത അവസ്ഥയിലെ ഞാനിൽ വെച്ച് നിങ്ങൾക്ക് തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് മാറ്റാം. അത് സ്വപ്നാവസ്ഥയിലെ ഞാനിൽ വെച്ച് സാധ്യമല്ല. സുഷുപ്തി അവസ്ഥയിലെ ഞാനിൽ വെച്ച് സാധ്യമല്ല. ജാഗ്രത അവസ്ഥയിലെ ഞാനിൽ വെച്ച് ഏതൊരാളാണോ ഈ അറിവിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉണർത്തി ആ ഭാവത്തിലേക്ക് ഉയർത്തി, ഈ ജാഗ്രത അവസ്ഥയിൽ ആ ഭാവത്തിൽ ആരാണോ സദാ തൻ്റെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുന്നത് അവൻ ജീവൻ മുക്തൻ. എന്താ ജീവൻ മുക്തൻ? ഇനി ജന്മമില്ല, മുക്തി നേടിക്കഴിഞ്ഞു, ഇനി പുനർജനനമില്ല. എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ തൻ്റെ ശ്രദ്ധയെ ഉയർത്തിക്കഴിഞ്ഞു. എങ്ങനെയാ മരണമില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നത്? തന്നിലെ ഞാനിൽ നിന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ താനിലേക്ക് ഉദ്ധരിപ്പിക്കുന്നത് അതുതന്നെയാണ് മരണമില്ലാത്ത അവസ്ഥ. സ്വാമി പറഞ്ഞതെല്ലാം മനസ്സിലായി, പക്ഷേ അത് മാത്രം മനസ്സിലായില്ല. തന്നിലെ താൻ ആരില്ലാത്തത്? എല്ലാവരിലുമുണ്ടല്ലോ. ആ താനാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അതിൻ്റെ അന്തരംഗത്തിലെ പ്രതിബിംബമാണ്, അന്ധകരണത്തിലെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. ഉള്ളതേ അല്ല. ആകാശത്തിലെ ചന്ദ്രൻ ഏതു പ്രകാരമാണോ കുളത്തിലെ ജലത്തിൽ പ്രതിബിംബിക്കുന്നത് അതുപോലെയാണ് തന്നിലെ ഞാൻ. സത്യമേ അല്ല. കുളത്തിലെ ചന്ദ്രൻ ഏതു പ്രകാരമാണോ പ്രതിബിംബമായിരിക്കുന്നത്, അസത്യമായിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ഞാൻ. ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതായിട്ടുള്ളത് തന്നിലെ താൻ. ആ താനാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ജാഗ്രത അവസ്ഥയിൽ ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ അതിൽ സദാ സ്ഫുരിക്കുന്നത്, അതിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ഇതാണ് മോക്ഷം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം. മോക്ഷം എല്ലാവരിലും നിത്യസത്യമായിട്ടിരിക്കുകയാണ്. എല്ലാവരിലും ജാതി മത ഭേദമില്ലാതെ, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഇന്ത്യക്കാരനായാലും അമേരിക്കക്കാരനായാലും പാപിയായാലും നല്ലവനായാലും എല്ലാവരുടെയും ഉള്ളിൽ ആ സത്യാവസ്ഥ, ആ ശുദ്ധ സ്വരൂപാവസ്ഥ, ആ മുക്താവസ്ഥ, ആ മോക്ഷസ്വരൂപം സദാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മാത്രം അങ്ങോട്ട് തിരിയുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? ഞാനിൽ. ഞാൻ ഭാവത്തിൽ ഞാൻ ഭാവത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ സദാ രമിച്ചു കൊണ്ടിരിക്കുകയാണ്, സദാ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതേ അല്ല. നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ ആ ഞാൻ ഭാവത്തിൻ്റെ ദൃശ്യങ്ങളിലല്ലേ നമ്മൾ വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സത്യമായിട്ടുണ്ടോ? നിങ്ങൾ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെ എന്തെല്ലാം കാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുവോ അതെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്ന മിഥ്യാകാര്യങ്ങളാണ്, ഉള്ളതേ അല്ല.
ജനനം മുതൽ മരണം വരെ ഇത് തന്നെയാണ് നമ്മുടെ ചര്യ. എന്നാൽ ഈ അവസരത്തിൽ ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ എന്ന് പറയുന്നത് പോലെ ചില ആളുകൾക്ക് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അസുലഭ സന്ദർഭം ലഭിക്കുന്നു, കേൾക്കാനുള്ള അവസരം കിട്ടുന്നു. ശ്രവണായ ബഹുബേർ യോ ന ലഭ്യ. ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ ആരാണോ തന്നിൽ നടപ്പിലാക്കുന്നത്, തന്നിൽ നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ഭാവത്തിലൂടെ, ഭാവമാറ്റത്തിലൂടെ. അങ്ങനെ ആ ഭാവമാറ്റം ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ ആരാണോ തന്നിൽ സദാ വർത്തിക്കുന്നത്, അപ്പോൾ നിങ്ങൾ സർവവുമായിട്ട് മാറുകയാണ്, സർവാന്തര്യാമിയായിട്ട് മാറുകയാണ്. തന്നിലെ താൻ സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന സർവാന്തര്യാമി. ആ ഭാവത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണരുന്നത് അവനാണ് ജീവൻ മുക്തൻ. അത് മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമാണ് ഒരാളിന് സാധ്യമാകുന്നത്. ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കരഗതമായിട്ടുണ്ട്. മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള മാർഗത്തെക്കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടുന്നു. ഇനി നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യമാണ്. നിങ്ങൾക്ക് ഇനി ജന്മമില്ലാത്ത അവസ്ഥ വേണമെന്നുണ്ടെങ്കിൽ, മരണമില്ലാത്ത അവസ്ഥ വേണമെന്നുണ്ടെങ്കിൽ, ആ മോക്ഷനിലയിലേക്ക് നിങ്ങൾക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ, ആ ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരം. ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നടപ്പിൽ വരുത്തണം. എങ്ങനെ? ഭാവത്തിലൂടെ. യദ്ഭാവോ തദ്ഭവതു. എന്താ ഭാവം? ഈ നാമരൂപധാരിയായി വർത്തിക്കുന്ന എന്നിലെ ഞാനല്ല യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, എന്നിലും സർവചരാചരങ്ങളിൽ കൂടിയും ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ തത് സൂത്രം ധാരയേത് യോഗി. അവനെയാണ് യോഗി എന്ന് പറയുന്നത്. ഏതൊരാളാണോ ഇത് കേട്ട് ആ സൂത്രം, ആ ആത്മാവാകുന്ന സൂത്രം, ആ ബ്രഹ്മമാകുന്ന സൂത്രം, തന്നിലെ താനാകുന്ന ആ സൂത്രം സർവശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമിയാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതാണ് യോഗനില. തത്സൂത്രം ധാരയേത് യോഗി യോഗവിത്ത്. യോഗ നിലയെ പ്രാപിച്ചവൻ, യോഗജ്ഞാനം നേടിയവൻ സദാ ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നു. അതിന് നിങ്ങളുടെ ലൗകിക കാര്യങ്ങളൊന്നും തടസ്സമല്ല. മീൻ വെട്ടുമ്പോഴും കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുമ്പോഴും കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഭർത്താവിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഗൃഹസ്ഥധർമ്മത്തിൽ പൂർണ്ണമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവം നിങ്ങളുടെ ഉള്ളിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. എന്താ അതിന് തടസ്സം? ഭർത്താവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി കഴുത്തിന് പിടിക്കുമോ? ഇല്ലല്ലോ. ഇത് തൻ്റെ ഉള്ളിലെ ഭാവം. ഏത് തരത്തിൽ നിങ്ങൾ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, ഈ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താനാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്നുള്ള ഭാവം നിങ്ങളുടെ ഉള്ളിൽ മറ്റാരും അറിയാതെ സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് മോക്ഷമാർഗം. ഒരു തടസ്സവുമില്ല, ആർക്കും ഒരു തടസ്സവുമില്ല. നിങ്ങളുടെ ജാതി പ്രശ്നമല്ല, നിങ്ങളുടെ മതം പ്രശ്നമല്ല, നിങ്ങളുടെ ദാരിദ്ര്യം പ്രശ്നമല്ല, നിങ്ങളുടെ രോഗം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഈ ഭാവം മാത്രമാണ് പ്രശ്നം. യദ്ഭാവോ തദ്ഭവതു. നിങ്ങൾക്ക് ഇനി ജന്മമില്ലാത്ത നില, മരണമില്ലാത്ത നില, മോക്ഷം
ആവശ്യമുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് സാധിക്കൂ. ഇവിടെ 9ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് സർവത്ര പരിപൂർണാത്മാ. എപ്പോഴാ പരിപൂർണാത്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം. പരിപൂർണാത്മാ എന്ന് പറയുന്നത് ബ്രഹ്മം. സർവത്ര നിറഞ്ഞിരിക്കുന്നത് ആ ബ്രഹ്മം മാത്രമാണ്. ഒരു നദി ഒഴുകി വരുമ്പോൾ അത് പൂർണ്ണത്വം പ്രാപിക്കുന്നത് എപ്പോഴാണ്? മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദി ഒഴുകി എപ്രകാരമാണോ സമുദ്രവുമായിട്ട് ചേരുന്നത്, അപ്പോഴാണ് അത് പൂർണ്ണതയെ പ്രാപിക്കുന്നത്. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. സമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തൻ്റെ നാമത്തെയും രൂപത്തെയും വെടിയുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താനുമായിട്ട് യോജിക്കുമ്പോൾ പിന്നെ നിങ്ങൾ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, നായരല്ല, ഈഴവനല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല. എന്തുകൊണ്ട്? അത് ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. അതാണ് തന്നിലെ താൻ. എപ്പോഴും നിങ്ങളിൽ തന്നിലെ താനായിട്ട് വർത്തിക്കുക. ഞാനും താനും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ആധ്യാത്മികത. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തോ വലിയ കാര്യമാണെന്ന മട്ടിൽ സ്വാമിയും ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ചീള് കേസ്, സിമ്പിൾ, ആർക്കും പച്ചവെള്ളം പോലെ മനസ്സിലാക്കാവുന്നതാണ്. തന്നിലെ ഞാനും തന്നിലെ താനും. ഞാനിനെ ഒഴിവാക്കുക, ഞാനിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കുക. ഏതുപോലെ പാലും വെള്ളവും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് ഏതു പ്രകാരമാണോ അരയന്നം ആ വെള്ളത്തെ നീക്കിയിട്ട് പാല് മാത്രം ഉൾക്കൊള്ളുന്നത്, അതുപോലെ നീരാത്ത ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. അതുപോലെ സ്ഥൂലാദേഹി, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം തുടങ്ങിയ ശരീരങ്ങളിൽ നിന്നല്ല നിങ്ങളെ വിടർത്തി ശരീരരഹിതമായിരിക്കുന്ന തന്നിലെ താൻ ആണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരുടെ ശ്രദ്ധയെയാണോ സദാ നിലനിർത്താൻ സാധിക്കുന്നത്. എപ്പോൾ? ലൗകികമായ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആരാണോ തൻ്റെ ശ്രദ്ധയെ ഈ ഭാവത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ ഇതിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലൗകികത്തെ മുഴുവനും ഉപേക്ഷിച്ചിട്ട് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുകയില്ല, അതും കിട്ടുകയില്ല, ഇതും കിട്ടുകയില്ല. അപ്പോൾ ഇതിലിരുന്നു കൊണ്ട് തന്നെ ഇതുപേക്ഷിക്കാതെ അതിനെക്കുറിച്ച് ബോധവാനായി തൻ്റെ ശ്രദ്ധയെ അതിൽ ആരാണോ ബലപ്പിക്കുന്നത് അവൻ അതിൽ ബലമുള്ളവനായിത്തീരുന്നു. ഇതുപേക്ഷിക്കാതെ അതാണ് സത്യമായിട്ടുള്ളത് എന്ന് ബോധിച്ച് അതിൽ ആരാണോ ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നിരന്തര ശ്രദ്ധയിലൂടെ അത് ബലമുള്ളതായി തീരുകയും നിങ്ങളുടെ ബലം ഇതിൽ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊഴിയാതെ ഇതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ലൗകികതയിൽ നിലനിന്നുകൊണ്ട് തന്നെ ആധ്യാത്മികതയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും, ഒരു സംശയവുമില്ല. ഇത് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ആ മോക്ഷം, ജീവൻ മുക്താവസ്ഥ, ഇനി ജന്മമില്ലാത്ത നില നിങ്ങൾക്ക് ആർജിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തെ പഴിക്കാതെ, ഈ ജീവിതത്തിലെ പ്രാരബ്ധ സാഹചര്യങ്ങളെ പഴിക്കാതെ, അതിനെയെല്ലാം സന്തോഷപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം എൻ്റെ കർമ്മഫലാനുസാരം വന്ന് ഭവിച്ചതാണ് എന്ന് ബോധിച്ച് അതിനെ സന്തോഷത്തോടുകൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ പരമോന്നത നിലയെ പ്രാപിക്കാൻ ഇതൊന്നും ഒരു തടസ്സമേ അല്ല എന്നറിഞ്ഞ് ആ നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദറ്റ് ഈസ് ദി മോക്ഷമാർഗം. നിസ്സാരം, ആർക്കുമാകാം. വൈ രാജ വൈ അല്ലേ, അതിൻ്റെ പേരെന്താണ്? ചൂതുകളിയിൽ കട്ടേറിയില്ലേ, അതുപോലെ. അതുപോലെ
നിങ്ങളും നിങ്ങളുടെ ജീവിതമാകുന്ന ഈ നദിയെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവാകുന്ന സച്ചിദാനന്ദ സാഗരവുമായിട്ട് യോജിപ്പിക്കാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്, കിട്ടിയിരിക്കുകയാണ്. ആരാണോ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത് അവർക്ക് ഈ ജന്മത്തിൽ വെച്ചു തന്നെ ഇനി ജന്മമില്ലാത്ത മഹോന്നതമായ പദവിയെ പ്രാപിക്കാൻ സാധിക്കും. അതാണ് മോക്ഷം, ജീവൻ മുക്താവസ്ഥ. അതാണ് സർവത്ര കലനാത്മക സർവത്ര നിത്യപൂർണ്ണ, നിത്യപൂർണാത്മ. സർവത്ര നിത്യപൂർണാത്മ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യ പശ്യതി സ പശ്യതി എന്ന് ഭഗവത്ഗീതയിലെ ക്ഷേത്രജ്ഞ യോഗത്തിൽ പറയുന്നുണ്ട്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. എന്താ? സർവചരാചരങ്ങളിലും സമമായിട്ടിരിക്കുന്ന വസ്തു ഏതാണ്? എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ താൻ. എല്ലാവരിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും പട്ടിയിലും പൂച്ചയിലും സർവചരാചരങ്ങളിലും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളിലും ഒക്കെ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, അതാണ് സമമായിട്ട് സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ വസ്തു വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. ആരാണോ തന്നിൽ അതിനെ കാണാതെ കാണുന്നത്, കാണാതെ കാണണം, തന്നിലെ തന്നെ കാണാതെ കാണണം. ഞാനിനെ നിങ്ങൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിൽ തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിനെ നിങ്ങൾ സദാ വിസ്മരിച്ചിരിക്കുകയാണ്. തന്നിലെ തന്നെ വിസ്മരിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് മരിക്കാൻ പോകുന്നതും. എത്രയോ ജന്മങ്ങൾ അങ്ങനെ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതും ആ മരണ സന്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും എത്താം. ഇല്ലേ, ഓരോരുത്തരും മരിക്കുന്നത് കണ്ടില്ലേ? ബോംബുകളൊക്കെ ഇറാനിലൊക്കെ വന്ന് വീഴുന്ന ബോംബുകൾ, കെട്ടിടങ്ങളുടെ പുറത്തൊക്കെ വന്ന് വീഴുന്ന ബോംബുകളൊക്കെ അതിനകത്തിരിക്കുന്നവരെല്ലാം അപ്പാടെ പോവുകയാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം ചതഞ്ഞ് ഇല്ലേ ഭസ്മമാകുന്നു, തീ പിടിച്ച് ഭസ്മമാകുന്നു. എല്ലാം നിമിഷം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു എറുമ്പും കൂടെ ഏത് പ്രകാരമാണോ നമ്മൾ അടിച്ച് പൊട്ടിച്ച് ദൂരെ കളയുന്നത്, അതുപോലെയാണ് മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ താമസിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ ബോംബ് വന്ന് വീഴുമ്പോൾ ആ കെട്ടിടം തകർന്ന് നിലം പരിശാകുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന സർവ്വ ആളുകളും ആ എറുമ്പുകൾ ഏത് പ്രകാരമാണോ ഇല്ലാതാകുന്നത് അതുപോലെ മനുഷ്യരും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യരുടെ അവസ്ഥ. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മത്തിൽ വച്ച് ഇനി ഒരു ജന്മമുണ്ടാകാത്ത നിലയിലുള്ള നിരന്തരത്വം, നൈരന്തര്യം നേടാനുള്ള എളുപ്പമാർഗമാണ് ആധ്യാത്മികത. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരം. തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് മാറ്റി താനായിട്ട് തന്നെ സദാ നിലനിർത്തുക. ആ രീതിയിൽ ആരാണോ മരിക്കുന്നത് അയാൾക്കാണ് പുനർജന്മമില്ലാത്തത്. ഇനി പുനർജന്മം ഇല്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാകും എന്ന് ആരും സംശയിക്കരുത്. ആരാണോ തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് ഉയർത്തി മാറ്റി അതിൽ പ്രതിഷ്ഠിച്ച് സദാ ആ ഭാവത്തിൽ തന്നെ ഈ ശരീരത്തിൽ തന്നിലെ താനായിട്ട് വർത്തിക്കുന്നത്, അപ്പോൾ അയാൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് പിരിയേണ്ടി വരുമ്പോൾ ആ ഭാവത്തിലാണ് അയാൾ വർത്തിക്കുന്നത് എങ്കിൽ അയാൾക്ക് പുനർജന്മമില്ല. അയാൾക്ക് കേട്ടതുകൊണ്ടായില്ല, അറിഞ്ഞതുകൊണ്ടായില്ല.
ആ അറിവ് അനുഭവതലത്തിൽ ആരിലാണോ നിരന്തരമായിട്ട് നിലനിൽക്കുന്നത് അയാൾ മാത്രമാണ്, ശരീരം വെടിയുന്ന അവസരത്തിൽ അയാളിൽ മാത്രമാണ് ആ നില ഉണ്ടായിരിക്കുന്നത്. അയാൾക്കാണ് ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? മരിക്കുന്ന സമയത്ത് അയാൾ മരണസ്വരൂപമായ തന്നിലെ ഞാനിലല്ല നിന്നിരുന്നത്, പിന്നെയോ അമരസ്വരൂപമായ തന്നിലെ താനിൽ, മരണമില്ലാത്ത തന്നിലെ താനിൽ. തന്നിലെ താൻ മരണമില്ല, തന്നിലെ ഞാൻ മരണമുള്ളത്. നമ്മളെല്ലാവരും ഞാനായിട്ട് തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഞാനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി, അതാണ് നീരാത്ത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യത, അയാളെയാണ് പരമഹംസൻ എന്ന് പറയുന്നത്. പാലും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ജലത്തെ മാറ്റിയിട്ട് പാലിനെ മാത്രം ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഞാനും താനും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഏതൊരാളാണോ തന്നിലെ ഞാനിനെ നീക്കിയിട്ട് തന്നിലെ താനായിട്ട് തന്നിൽ സദാ വർത്തിക്കുന്നത് അയാൾക്കാണ് മോക്ഷം. ഇനി മോക്ഷത്തെക്കുറിച്ച് ആരും സംശയം ചോദിക്കരുത്. എല്ലാം മനസ്സിലായി, മോക്ഷം എന്താണെന്ന് മനസ്സിലായില്ല എന്നാരും പറയുമെന്ന് തോന്നുന്നില്ല. എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. മോക്ഷം ആരാണോ തന്നിലെ ഞാനായിട്ട് തന്നിൽ വർത്തിക്കാതെ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി തന്നിൽ താനായിട്ട് സദാ വർത്തിക്കുന്നത്, മരിക്കുന്ന സമയത്തും ആരാണോ ആ ഭാവത്തിൽ തന്നെ ഈ ശരീരത്തിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ മരിക്കുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് പുനർജന്മവുമില്ലാത്തത്. എന്തുകൊണ്ടാണ് മരിക്കാത്തത്? ആ തന്നിലെ താൻ മരണമില്ലാത്ത അമർത്യസ്വരൂപമാണ്, അമരസ്വരൂപമാണ്. അല്ലേ? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഹ എന്ന് ഭഗവത്ഗീതയിൽ പറയും പോലെ അതിന് മരണവും ജനനവുമില്ല തന്നിലെ തനിക്ക്. അപ്പോൾ ഈ അറിവ് നിലയിലേക്ക് ഉണർന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ തന്നിലെ താനിൽ തന്നെ നിർത്തിക്കൊണ്ട് ജീവിക്കുന്നത്, മരണം എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, ഏത് നിമിഷവും വരാം. ആ വരുന്ന സമയത്ത് ആരിലാണോ ഈ ഭാവമുള്ളത് അയാൾക്കാണ് ജന്മമില്ലാത്ത നില ഉണ്ടാകുന്നത്. എപ്പോഴും സ്വാമി പറഞ്ഞത് തന്നെ, ഞാൻ എപ്പോഴും തന്നിലെ താനായിട്ടാണ് വർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മരണം വന്നപ്പോൾ ഞാനായിട്ടിങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ്. താൻ മറന്നുപോയി. അപ്പം വീണ്ടും ജനിച്ചേ പോകും. മരണസമയത്ത് ആരാണോ തന്നിലെ താനായിട്ട് വർത്തിക്കുന്നത്, അങ്ങനെ മരണസമയത്ത് തന്നിലെ താനായിട്ട് വർത്തിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ അതിനെക്കുറിച്ച് ബോധവാനാകുന്നത് അപ്പോൾ തന്നെ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി തന്നിലെ താനിൽ ഫിക്സ് ചെയ്ത് നിരന്തര വിചാരത്തിലൂടെ, അതാണ് അഭ്യാസം. അല്ലേ? പഞ്ചദശിയിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്താണ് പഞ്ചദശിയിലെ അഭ്യാസം പറയുന്നത്? നിരന്തര വിചാരം. നിരന്തരം സദാ വിചാരം ചെയ്യണം. ഞാൻ അതാണ് എന്ന ഭാവത്തിലുള്ള വിചാരം ആരിലാണോ നിരന്തരമായിട്ട് തന്നിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ആ ശ്രദ്ധ ഇല്ലാതാകുന്നില്ല. സദാ ആ ശ്രദ്ധ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എപ്പോഴാണ് മരണം വരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ, എപ്പോഴാണ് ഒരു ബോംബ് വീഴുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇല്ലേ? അങ്ങോട്ട് വിടുന്ന, ഇറാനിലേക്കൊക്കെ വിടുന്നത് ഇങ്ങോട്ടായാൽ പോരെ? ഇല്ലേ? അങ്ങോട്ട് വിടുന്നത് ഇങ്ങോട്ടായാൽ പോരെ? ഏത് നിമിഷവും വന്ന് വീഴാമല്ലോ.
അല്ല, നിങ്ങൾ വന്ന് വീഴുന്നതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏത് നിമിഷവും വന്ന് വീഴാം. അതുകൊണ്ട് സദാസമയത്തും തന്നിലെ താനായിട്ട് തന്നെ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഉദ്ധരിപ്പിക്കൽ. ഉദ്ധരേതാത്മനാത്മാനം. ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് വർത്തിക്കുന്നതിന് നിലനിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമുണ്ടോ? ലൗകിക ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ? അല്ലേ? സ്വാമി, എൻ്റെ വീട്ടിൽ ഭർത്താവ് സമ്മതിക്കില്ല. ഭർത്താവ് അറിയണ്ട, അല്ലേ? ഭർത്താവ് അറിയണ്ട. ഭാര്യ സമ്മതിക്കില്ല, ഭാര്യ അറിയണ്ട. ഇത് അപ്പനാ കാര്യം. മരണസമയത്ത് നിങ്ങളുടെ ഭർത്താവ് കൂടെ വരുമോ മറ്റവനെ പിടിക്കാനായിട്ട്? വോഡ്ര എന്ന് പറയാൻ, അല്ലേ? പിടിച്ചുകൊണ്ട് പോകുന്ന കാലനെ അടിക്കാനായിട്ട് ഭർത്താവ് വരുമോ? ഇല്ല. ആർക്കും ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. മരണദേവനെ നമുക്ക് അകറ്റി നിർത്താം. എങ്ങനെ? മരണദേവൻ ഇങ്ങോട്ട് വരുമ്പോൾ നീ തന്നിലെ താനായിട്ടാണ് വർത്തിക്കുന്നത് എങ്കിൽ ഇത് നമ്മുടെ പാർട്ടിയല്ല. കാലൻ തന്നെ തിരിഞ്ഞു പോവും, അക്കൗണ്ട് നോക്കും, ഇയാൾ നമ്മുടെ പാർട്ടിയല്ല എന്ന് പറഞ്ഞാൽ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് മാറിയിരിക്കുന്നു. അയാൾക്ക് മരണമില്ല. അതുകൊണ്ട് അയാളെ പിടിച്ച വിവരമറിയും, കാലൻ വിവരമറിയും. അതുകൊണ്ട് കാലൻ പിരിഞ്ഞു പോകും, മരണം ഗ്രസിക്കുകയില്ല. എത്ര നിസ്സാരം, എത്ര നിസ്സാരം. ഒന്നും നഷ്ടപ്പെടാനില്ല. എല്ലാം നിലനിർത്തിക്കൊണ്ട്, എല്ലാം അനുഭവിച്ചുകൊണ്ട്, ഈ അനുഭവിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സദാ പ്രകാശിച്ചു നിൽക്കുന്നത്, ആ ശുദ്ധ സ്വരൂപം, അതാണ് തന്നിലെ താൻ. അതെന്നിൽ മാത്രമല്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. നിങ്ങൾ എന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്ത് മാത്രം നിൽക്കുന്ന ലിമിറ്റഡ് ഐ അല്ല. നമ്മുടെ ശ്രദ്ധ ലിമിറ്റഡ് ഐയിൽ നിന്ന് ആ അൺലിമിറ്റഡ് ഐയിലേക്ക് നമ്മൾ സദാ മാറ്റിക്കൊണ്ടിരിക്കണം. സദാ മാറ്റിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറ്റണ്ട, ഒറ്റ പ്രാവശ്യം മാറ്റിയാൽ മതി. ഒറ്റ പ്രാവശ്യം മാറ്റിയിട്ട് അതിനെ തന്നെ സദാ ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ തത് സൂത്രം ധാരയേത് യോഗി യോഗവിത് ബ്രഹ്മണോ. പിന്നെ ഒരെണ്ണമുണ്ട്, ഹരിഹി, ബ്രഹ്മണോ ഹരിഹി. ആ സൂത്രം ഏതാ സൂത്രം? തന്നിലെത്താനാകുന്ന സൂത്രം. ഓ, ഇപ്പം മനസ്സിലായി സ്വാമി ആ സൂത്രം. ഇതുവരെ ആ സൂത്രം പിടികിട്ടിയില്ല. സൂത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായില്ല. എന്താ സൂത്രം? തന്നിലെത്താനാകുന്ന സൂത്രം. തന്നിലെത്താൻ. എന്നിലെ ഞാൻ ഈ ശരീരത്തിൽ മാത്രം. എന്നിലെ താൻ അവനിലും കൂടിയും അവളിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമി സച്ചിദാനന്ദ സ്വരൂപം. അതാണ് അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ്യ എന്ന് ഉപനിഷത്തുകൾ പറയുന്നത്. ആ ബ്രഹ്മസ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിവിന് വേണ്ടിയാണ് സത്സംഗം. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ട് കളയാതെ ഏതൊരാളാണോ സദാസമയവും ആ ഭാവത്തെക്കുറിച്ച് ബോധവാനായി ആ ഭാവനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ നിലനിർത്തുന്നത്, അയാൾ മരണമില്ലാത്ത അമരത്വത്തിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ആരിലാണോ ആ അറിവ് സ്ഥിരപ്പെടുന്നത്, അവൻ അമരത്വം നേടുന്നവനാണ്. അവന് മരണമില്ല. ഈ ശരീരം കൊഴിഞ്ഞു പോകും. ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ശരീരത്തിൽ നിന്ന് മടർന്നു മാറും. പക്ഷേ ഈ അറിവിലേക്ക് ഉണർന്നിരിക്കുന്നവൻ ശരീരം കൊഴിഞ്ഞു പോകുന്നതല്ലാതെ ശരീരത്തിൽ നിന്ന് ആ ആത്മചൈതന്യം പിരിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ടാണ് മരിക്കുന്നില്ല എന്ന് പറയുന്നത്. ആ ആത്മചൈതന്യം പിരിയാതെ എന്തു ചെയ്യുന്നു? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് നദി ഏതു പ്രകാരമാണോ സമുദ്രവുമായിട്ട് ചേർന്ന് ഒന്നാകുന്നത്, അതുപോലെ
ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ട് യോജിച്ച് ഏകീഭവിച്ചു കഴിഞ്ഞു, ഒന്നായി തീർന്നു. ദറ്റ് ഈസ് മോക്ഷം. അതാണ് ജീവൻ മുക്തി. അത് അറിവിലൂടെ മാത്രം കിട്ടുന്ന ഒന്നാണ്, വേറൊരു തരത്തിലും കിട്ടുന്നതല്ല. ഭക്തിയിലൂടെ കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, ഭക്തിയിലൂടെ അതിനെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവനാക്കി തീരും, യോഗ്യതയുള്ളവനായി തീരും. വിറക് ഉണക്കി വച്ചിരിക്കുന്നത് പോലെ, ഉണങ്ങിയ വിറക് തന്നെത്താൻ കത്തുമോ? ഇല്ലല്ലോ. എത്ര ഉണക്കി വെച്ചാലും തന്നെത്താൻ കത്തുകയില്ല. ഭക്തിഭാവത്തിലൂടെ നിങ്ങൾ എത്രമാത്രം നിങ്ങളെ ഉയർത്തിയാലും അത് ഉണക്ക വിറകിനു തുല്യം സ്വയം കത്തുകില്ല. കത്തണമെങ്കിൽ ജ്ഞാനമാകുന്ന അഗ്നി കൊളുത്തണം. ജ്ഞാനമാകുന്ന അഗ്നിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ആ ഭക്തിയിലൂടെ ഉണങ്ങിയിരിക്കുന്ന വിറക് ജ്വലിക്കുകയുള്ളൂ. അതുകൊണ്ട് മോക്ഷമെന്ന് പറയുന്നത് ജ്ഞാനത്തിലൂടെ മാത്രം. ഭക്തിയിലൂടെ മോക്ഷം കിട്ടുകയില്ലേ? മോക്ഷ കവാടത്തിലെത്തും. ഭക്തിയിലൂടെ മോക്ഷ കവാടത്തിലെത്തും, സംശയമില്ല. പക്ഷേ അവിടെ ജ്ഞാനമാകുന്ന അഗ്നിയുമായിട്ട് ചേർന്നാലല്ലാതെ, ജ്ഞാനാഗ്നി കത്തിക്കാളിയാലല്ലാതെ ഈ രൂപം നശിക്കുകയില്ല. ഭക്തൻ്റെ രൂപം നശിക്കണം, ദഹിക്കണമെങ്കിൽ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. അതുകൊണ്ട് ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. സർവത്ര പരിപൂർണാത്മാ സർവത്ര കലനാത്മക. എല്ലാമായിട്ട് നമ്മൾ കാണുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാം, ആനയും പശുവും എരുമയും കള്ളനും വേശ്യയും പതിവ്രതയും ഒക്കെ, ആകാശവും ഭൂമിയും എല്ലാം, കള്ളനും കൊള്ളക്കാരനും സത്യവാനും ഒക്കെ ആ ബ്രഹ്മം തന്നെയാവും. എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്, കലനാത്മകമായിരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. സർവത്ര നിത്യപൂർണാത്മ. സർവത്ര എവിടെയും എന്തും കാണുന്നത് ബ്രഹ്മം തന്നെയാണ്. എവിടെയും എന്തും, ഈ മൈക്ക് ബ്രഹ്മം, ഈ കടലാസ് ബ്രഹ്മം, ഈ ഗ്ലാസ് ബ്രഹ്മം, ഈ മേശ ബ്രഹ്മം, തുണി ബ്രഹ്മം, ഫാൻ ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. സർവത്ര ബ്രഹ്മം, എല്ലാം ബ്രഹ്മം തന്നെയാണ്. പലതായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാം ആത്മനഃ സർവം, എല്ലാം ഉണ്ടായിരിക്കുന്നത് ആത്മനഃ. ആകാശ സംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഹ എന്ന് പറയുന്നത് പോലെ എല്ലാം ആ ആത്മാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാം ആത്മാവ് തന്നെയാണ്. അരി അരച്ച് എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും, അതെല്ലാം ദോശയുണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും കൊഴുക്കട്ട ഉണ്ടാക്കിയാലും അട ഉണ്ടാക്കിയാലും എല്ലാം അരിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം അരി തന്നെയാണ്. അതുപോലെ ഏതെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നുവോ അതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. സർവത്ര നിത്യപൂർണാത്മാ സ ജീവൻ മുക്ത ഉച്യതേ. അവൻ എന്തിനെ കണ്ടാൽ, ഈ ബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്നവൻ എന്തിനെ കണ്ടാലും ആ ബ്രഹ്മബുദ്ധി അവനിലുണ്ടായിരിക്കും. ഗീതയിൽ 13-ാമത്തെ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ പറയുന്ന ഒരു മന്ത്രം, സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം ന ഹിനസ്തി ആത്മനാത്മാനം തതോ യാതി പരാം ഗതിം. ഈ അറിവിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നത്, ഏതറിവിലേക്ക്? സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. ആ ഈശ്വരൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് എല്ലാത്തിലും അവസ്ഥാനം ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ബ്രഹ്മം. ഈ പാത്രത്തിലും ബ്രഹ്മം, മൈക്കിലും ബ്രഹ്മം, കടലാസിലും ബ്രഹ്മം, മേശയിലും ബ്രഹ്മം, എല്ലാം ബ്രഹ്മം തന്നെ. ഈ അറിവിലേക്ക് ഉണർന്നിരിക്കുന്നവൻ, അതാണ് സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം ന ഹിനസ്തി ആത്മനാത്മാനം. അവൻ തന്നെ കൊണ്ട് തന്നെ നശിപ്പിക്കുന്നില്ല, ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. താൻ ഈ ആത്മാവ് തന്നെയാണ്.
ആ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. ന ഹിനസ്തി ആത്മനാത്മാനം തതോ യാതി പരാം ഗതിയും. അയാൾ ആ പരമമായ ഗതിയെ പ്രാപിക്കുന്നു. പരമമായ ഗതി എന്താണ്? ഇനി ജന്മമില്ലാത്ത നില. എല്ലാവർക്കും ജന്മമില്ലാത്ത നില. പ്രായമായവരെല്ലാം അമ്മച്ചിയൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണം. പരമമായ നില, ഇനി ജന്മമില്ലാത്ത നില വേണമെന്നുണ്ടെങ്കിൽ, ഇനി ജനിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ആ താൻ ഭാവത്തിൽ സദാ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുക. തതോ യാതി പരാൻ ഗതിയും. അയാൾ ആ പരമമായ നിലയെ പ്രാപിക്കുന്നു. പരമമായ നില എവിടുന്നാണ് കിട്ടേണ്ടത്? തന്നിൽ നിന്നാണ്, വേറെ വെളിയിൽ നിന്ന് എവിടെ നിന്നും കിട്ടുന്നതല്ല. ആ പരമമായ വസ്തു തന്നിൽ തന്നെ ഇരിക്കുകയാണ്. താൻ അറിയുന്നില്ല എന്നുള്ളത് മാത്രം. താൻ തന്നിലെ ഞാനിനെക്കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ, തന്നിലെ തന്നെക്കുറിച്ച് അറിയുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചദശിയിൽ പറഞ്ഞ മന്ത്രം തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം എന്നുള്ളതാണ്. തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുഹു. ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഏതൊന്നിനെക്കുറിച്ചാണോ നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, തത് ചിന്തനം തത് കഥനം, അതിനെക്കുറിച്ച് തന്നെ നിരന്തരം വിചാരം ചെയ്യുക, അതിനെക്കുറിച്ച് തന്നെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുക, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക, എന്നിട്ട് അതുമായിട്ട് ഏകീഭവിക്കുക, ഒന്നായിത്തീരുക. ഏതുമായിട്ട്? ഏതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? തന്നിലെ തന്നെക്കുറിച്ച്, വേറെ ഒന്നിനെക്കുറിച്ചുമല്ല. തന്നിലെ താൻ. ആ ബ്രഹ്മം എന്ന് പറയുന്നത് തന്നിലെ താൻ, വേറെ വെളിയിൽ നിന്ന് എവിടുന്നെങ്കിലും കിട്ടേണ്ടതല്ല. തന്നിൽ താനായിരുന്നിട്ടും ഞാൻ തന്നിൽ ഞാനായിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. എല്ലാവരും അവരവരിൽ ഞാൻ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ആ ഞാൻ ഭാവത്തിൽ തന്നെയാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. വീണ്ടും ജനിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? സത്സംഗത്തിലൂടെ. അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. എന്താ നിശ്ചലതത്വം? തന്നിലെ താൻ. അത് വെളിയിൽ നിന്നൊന്നും കിട്ടേണ്ടതല്ല. ആ നിശ്ചലതത്വം തന്നിൽ താനായിരിക്കുകയാണ്. വെളിയിൽ നിന്ന് ഒരിടത്തുനിന്ന് നിങ്ങൾക്കൊന്നും കിട്ടേണ്ട കാര്യമില്ല. തന്നിൽ താനായിരിക്കുന്ന ആ നിശ്ചല സ്വരൂപമാണ്, ആ നിശ്ചല തത്വസ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആരാണോ സദാസമയവും ആ താൻ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി സ്ഥിരപ്പെടുത്തുന്നത്, അതാണ് മോക്ഷമാർഗം. അതിന് നിങ്ങൾക്ക് ലൗകിക ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുത്തേണ്ടതായിട്ടില്ല. ഭാര്യയെ കളയേണ്ട, ഭർത്താവിനെ കളയേണ്ട, കുടുംബം കളയേണ്ട, എല്ലാം അനുഭവിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് സദാ ഈ ഭാവം പുലർത്തുക. ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്വയം മാറ്റുക. ഇതാണ് ഭാവയോഗം. യദ്ഭാവോ തദ്ഭവതു. ഒരു കർമ്മവും ചെയ്യണ്ട. നിങ്ങൾ പ്രാണായാമം ചെയ്യാനൊന്നും പറയുന്നില്ലല്ലോ. ഒരു കർമ്മവും ചെയ്യണ്ട, ഭാവം മാത്രം. യദ്ഭാവോ തദ്ഭവതു. ഞാനും താനും നമ്മിലുണ്ട്. തന്നിൽ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതാണ് എന്നിലെ യഥാർത്ഥ താൻ എന്നുള്ള ഭാവം ആരാണോ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. അതാണ് ഇത് പറഞ്ഞത്. തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുഹു വിദുർബുധാഹ. അറിവുള്ളവർ ഇതിനെയാണ് ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നത്. ഈ വിചാരം ആരാണോ നിരന്തരമായിട്ട് തന്നിൽ സദാ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ബ്രഹ്മാഭ്യാസം. ഈ ഭാവം ആരാണോ സദാ നിലനിൽക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാനൊരു ബ്രഹ്മാഭ്യാസിയാണ്.
നീ ആധ്യാത്മികത്തിലെ പ്രഭാഷണമൊക്കെ കേൾക്കാൻ പോകുന്നുണ്ടല്ലോ, നീ എന്ത് അഭ്യാസമാണിടെ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ ബ്രഹ്മാഭ്യാസമാണ് ചെയ്യുന്നത്. എന്താ ബ്രഹ്മാഭ്യാസമെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറയുന്നത് എന്നിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ താൻ ആകുന്ന ബ്രഹ്മം. ആ താനാണ് ബ്രഹ്മം, താൻ തന്നെയാണ് ബ്രഹ്മം. ആ തന്നിലെ താൻ എന്നിൽ മാത്രമല്ല, അവനിലെയും താൻ, അവളിലെയും താൻ, എല്ലാവരിലെയും താൻ ഏകം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. എല്ലാവരിലും സാക്ഷി. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളിലെ താൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആർക്കെങ്കിലും ഇല്ല എന്ന് പറയാൻ ഒക്കുമോ? ഇല്ല, പറയാൻ ഒക്കില്ലല്ലോ. എല്ലാവരിലുമുണ്ട്. അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ശ്രദ്ധിക്കുമോ എന്തോ? ഇനി ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. ഏതൊരാളിലാണോ ഇതിൻ്റെ സ്ഫുരണമുള്ളത്, യദിച്ഛന്തോ ബ്രഹ്മചര്യം വദന്തി, ഏതാഗ്രഹിച്ചാണോ ഈ ഇവിടെ വന്നിരിക്കുന്നത്, കേൾക്കാൻ വന്നിരിക്കുന്നത്, എന്ത് ഇച്ഛയോടുകൂടിയാണ് ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം എന്ന ഇച്ഛയോടുകൂടിയാണ് വന്നിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വീണ് അവിടെ അത് മുളയ്ക്കുകയുള്ളൂ. ഇല്ലാതെ ഇങ്ങനെ ഒരു അവസരം കിട്ടി വരുന്നു, കേൾക്കുന്നു, പോകുന്നു, ഇത്ര തന്നെ. അങ്ങനെ വരുന്നവർക്ക് ഇത് പ്രയോജനം ചെയ്യുകയില്ല. ആ ബ്രഹ്മജ്ഞാനം നേടണം എന്നുള്ള ആഗ്രഹം, എന്താ ബ്രഹ്മജ്ഞാനം നേടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനി ജന്മമില്ലാത്ത നില, ആ മോക്ഷം കരുതലാമലകം പോലെയാണ്. എന്താ കരുതലാമലകം? ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളം കൈയിൽ നെല്ലിക്ക പോലെ ഇരിക്കുകയാണ് ആ മോക്ഷം. എങ്ങനെയാ? ഞാനെന്ന് പറയുന്നത് എന്നിലെ ഈ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ, ഓരോ ശരീരത്തിലും സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ ആണ് എന്ന് ബോധിച്ച് ആരാണോ സദാസമയവും ആ തന്നിലെ താനിൽ തന്നെ ശ്രദ്ധാലുവാകുന്നത് ആയിരിക്കുന്നത്, അയാൾ അതിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും, അതുമായിട്ട് ഏകീഭവിക്കും. അതാണ് പറയുന്നത് തത്ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം. പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയുന്നത്, 15 അധ്യായങ്ങളുള്ള പഞ്ചദശി വിദ്യാരണ്യസ്വാമികളാണ് എഴുതിയത്. അതിൽ ഈ ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമാണ് വിചാരം ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ പറയുന്നത് ഋഭുഗീത. ആ ശ്രദ്ധ ഏതു പ്രകാരമാണോ ആ ശ്രദ്ധയെ ഏകീഭവിപ്പിച്ച് ബലപ്പെടുത്തുന്നത്, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രം കൂടെ എടുത്തു നോക്കാം. ഇങ്ങനെയൊക്കെ ആ ഭാവത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ ലൗകിക ജീവിതത്തിലെ ജീവിതം എങ്ങനെയായിരിക്കും? ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത കർത്ത ബഹിർ അകർത്ത അന്തർലോകേ വിഹര ശുദ്ധധീ. ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നവനെയാണ് ശുദ്ധധീ എന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്നത് എന്നിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ്, തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവ് ഉള്ളവനെയാണ് ശുദ്ധധീ, ശുദ്ധബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവൻ എന്താണ്? ബഹി കൃത്രിമ സംരംഭോ. മറ്റുള്ളവരെല്ലാം കാണും പോലെ, മറ്റുള്ളവരെല്ലാം നോക്കുമ്പോൾ അവനും കിളയ്ക്കാൻ പോകുന്നു,
വലിയ സ്വാമിയാണെന്നാണ് പറയുന്നത്. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മമ്മട്ടിയെടുത്ത് മരിച്ചീനി വിളയിൽ കിളയ്ക്കാൻ പോകുന്നവനാണ്. അവന് സ്വാമിയായി കൂടെ ആകാം. സ്വാമിയാണെന്ന് പറഞ്ഞ് അവൻ്റെ ജോലിയിൽ അവൻ മുടക്കം വരുത്തേണ്ട കാര്യമില്ല. ഒരാൾ ഡ്രൈവറായിരിക്കുന്നു, അയാൾക്ക് സ്വാമിയാകാം. ഒരാൾ ഉദ്യോഗസ്ഥനായിരിക്കുന്നു, അയാൾക്ക് സ്വാമിയാകാം. ഒരാൾ മരിച്ചീനി വിളയിൽ കിളയ്ക്കാൻ പോകുന്നു, അയാൾക്ക് സ്വാമിയാകാം. ഒരാൾ വണ്ടി വലിക്കാൻ പോകുന്നു, അയാൾക്ക് സ്വാമിയാകാം. വണ്ടി വലിക്കുന്നത് അയാളുടെ ജോലി, നിത്യവൃത്തി. അതാണ് ഇവിടെ പറയുന്നത്, ബഹി കൃത്രിമ സംരംഭോ. ഭാഗ്യമായിട്ട് അയാൾ ഏത് വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ അത് അയാളുടെ വൃത്തി, പ്രവൃത്തി. അത് തന്നിലെ ഞാൻ ചെയ്യുന്നു. തന്നിലെ താൻ അതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. തന്നിലെ താൻ അകർത്താവായിരിക്കുന്നു. തന്നിലെ ഞാൻ അവിടെ കർത്താവ്, തന്നിലെ താൻ അകർത്താവ്. ആ കർമ്മവുമായിട്ട് തന്നിലെ തനിക്ക് യാതൊരു ബന്ധവുമില്ല. ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. അയാൾ ഒരു കർമ്മത്തിലും വ്യാപരിക്കുന്നു എന്ന ഭാവം അയാൾക്കില്ല. എന്തുകൊണ്ടില്ല? അയാളുടെ ശ്രദ്ധ തന്നിലെ താനിലാണ്. തന്നിലെ താനിലേക്ക് അയാൾ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞു. അപ്പോഴും തന്നിലെ ഞാൻ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ വ്യാപാരത്തിൽ തന്നിലെ തനിക്ക് യാതൊരു പങ്കുമില്ല. ഹൃദി സംരംഭവർജിത. എന്നാൽ തന്നിലെ ഞാൻ സംരംഭത്തിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് കൃത്രിമ സംരംഭം. ബഹി കൃത്രിമ സംരംഭ ഹൃദി സംരംഭവർജിത. സംരംഭത്തിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നിലെ ഞാൻ. നിങ്ങൾ തന്നിലെ ഞാനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ച് ഉയർത്തിയാലും അപ്പോഴും തന്നിലെ ഞാൻ പ്രാരബ്ധാനുസാരം പ്രവർത്തനക്ഷമമായിരിക്കും. ശരീരം വീഴുന്നത് വരെ തന്നിലെ ഞാൻ അവിടെ അതിൽ പ്രവർത്തനക്ഷമമായിരിക്കും. അതാണ് ഹൃദി സംരംഭവർജിത. ബഹി കൃത്രിമ സംരംഭോ. വെളിയിൽ ഞാൻ ഭാവത്തിലുള്ള കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അയാളുടെ കൃത്രിമ സംരംഭം. അതിൽ അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. അയാളുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ സംരംഭവർജിത. അതാണ് ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. കർത്താ ബഹിർ. വെളിയിൽ നോക്കുമ്പോൾ അയാൾ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ആന്തരികമായിട്ട് അയാൾ അകർത്താവ്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഒരാൾ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവനെ ആണ് നമ്മൾ പറയുന്നത് അയാൾ കർമ്മത്തിൽ വ്യാപരിക്കുന്നില്ല. അയാളിൽ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? അയാളിലെ ഞാൻ. എന്നാൽ ആ ഞാൻ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ അയാളിലെ താനിലേക്ക് ഉയർത്തി ഉദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അയാൾ ആ കർമ്മത്തിൽ വ്യാപരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടെ? ആരാണോ തന്നെ തന്നിലെ താനിലേക്ക് ഉയർത്തി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴും അയാളുടെ ഞാൻ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അയാളിലെ ശ്രദ്ധ തന്നിലെ താനിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് അയാൾ നിസ്സംശയം പറയും, ഞാൻ കർത്താവാണെങ്കിലും അകർത്താവാണ്. കർത്താ ബഹിർ, അകർത്ത ആന്തരികമായിട്ട്. ഹൃദി സംരംഭവർജിത. ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. കർത്താ ബഹിർ അകർത്ത അന്തർലോകെ വിഹര ശുദ്ധധി. അയാൾ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് ചിരിച്ച് കളിച്ച് അങ്ങനെ ആധ്യാത്മികതയുടെ
മഹോന്നതത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കും. അതേ സമയത്ത് അയാൾ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കും. എനിക്കൊരാളിനെ അറിയാമായിരുന്നു. അദ്ദേഹം ആധ്യാത്മികതയിൽ വളരെ ഉയർന്ന നിലയിലുള്ളതായിരുന്നു. അയാളുടെ ജോലി വണ്ടി വലിക്കുക, വിറക് തടി എവിടുന്നെങ്കിലും എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കുക, അത് വണ്ടിയിൽ കയറ്റി തന്നെത്താൻ വണ്ടി വലിക്കുക. കൈവണ്ടി ഉണ്ടല്ലോ, ആ കൈവണ്ടിയിൽ തടി കയറ്റി തന്നെത്താൻ വലിച്ച് ഒറ്റയ്ക്ക് വലിച്ചു കൊണ്ടുപോവുക. സദാസമയവും അയാൾ ആധ്യാത്മിക നിലയിലായിരുന്നു, വസ്തുബോധത്തിൽ തന്നെയായിരുന്നു. എങ്കിലും ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭവർജിത. ആ വണ്ടി വലിക്കുന്ന സമയത്തും അയാൾ വണ്ടി വലിക്കുന്നോ എന്ന് ചോദിച്ചാൽ അയാളിലെ താൻ വണ്ടി വലിക്കുന്നില്ല, അയാളിലെ ഞാൻ വണ്ടി വലിക്കുന്നുണ്ട്. ഞാൻ വണ്ടി വലിക്കുമ്പോഴും അയാളിലെ താൻ വണ്ടി വലിക്കാത്ത നിലയിൽ സംരംഭ വർജിതനായിട്ട് അയാളിൽ വിഹരിക്കുന്നു. അതുപോലെ നിങ്ങളും സംരംഭത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴും സംരംഭ വർജിതനായിട്ട് നിങ്ങളെ മാറ്റിയെടുക്കണം. അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? തിരിച്ചറിവിലൂടെ. ഇത് മുണ്ടകോപനിഷത്തിലുള്ളതാണ്. ബഹി കൃത്രിമ സംരംഭോ ഹൃദി സംരംഭ വർജിത കർത്ത ബഹിർ അഹർത്ത അന്തർലോകെ വിഹര ശുദ്ധധീ. അതുപോലെ യോഗവാസിഷ്ഠത്തിൽ ഇതുപോലെയുള്ള ഒരു മന്ത്രം വരുന്നുണ്ട്. അന്തസന്ദിഗ്ധ സർവാശോ വീതരാഗോ വിവാസന. ഉള്ളിൽ സർവരാഗങ്ങളെയും ത്യജിച്ചിട്ട് സർവാശോ അന്തസന്ദിഗ്ധ സർവാശോ വീതരാഗോ വിവാസന ബഹി സർവ സമാചാരോ ലോകെ വിഹര വിജ്വര. ഉള്ളിൽ ഒന്നിനോടും ആശയില്ലാതെ എല്ലാം ത്യജിച്ചവനെ പോലെ നിലനിന്നുകൊണ്ട് വെളിയിൽ എല്ലാത്തിനോടും ആശയുള്ളവനെ പോലെ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ്? വസ്തുബോധത്തിലേക്ക് ഉയർന്നവൻ. വസ്തുബോധത്തിലേക്ക് ഉയർന്നവൻ തന്നിലെ ഞാൻ കർമ്മത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് തനിക്ക് ഒന്നും സംഭവിക്കാനില്ല എന്ന് അയാൾക്ക് ശുദ്ധബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നിലെ ഞാൻ ഭാവത്തിൽ ഏതെല്ലാം കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നാലും അയാൾക്ക് അത് ഒരു തടസ്സവുമല്ല. കാരണം അയാൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴും പ്രാരബ്ധാനുസാരം തന്നിലെ ഞാൻ കർമ്മനിരതനായിരിക്കും. ഇത് വാസിഷ്ഠത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് ലോകേ വിഹര വിജ്വര. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ യാതൊരു തടസ്സവും കൂടാതെ വിഹരിച്ചുകൊള്ളൂ. ആ കർമ്മത്തിൽ ഏർപ്പെട്ടാൽ എനിക്ക് കുഴപ്പം വരുമോ, എൻ്റെ ആധ്യാത്മികത നഷ്ടമാകുമോ എന്നൊന്നും നിങ്ങൾ വിചാരം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശ്രദ്ധ ശുദ്ധമായിട്ട് തന്നിലെ താനിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പ്രാരബ്ധാനുസാരം ഞാൻ ഭാവത്തിൽ ഏത് കർമ്മങ്ങളിൽ നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരുന്നാലും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ നിങ്ങളുടെ ഉറപ്പായിരിക്കണം. കുറുപ്പിൻ്റെ ഉറപ്പ് പോലെ ആകരുത്. തൻ്റെ ഉറപ്പ് ബലമുള്ള ഉറപ്പായിരിക്കണം. കാരണം ഞാൻ ഏത് കർമ്മത്തിൽ വ്യാപരിച്ചാലും ആ കർമ്മത്തിൽ എന്നിലെ താൻ വ്യാപരിക്കുന്നില്ല. താൻ തന്നിൽ എങ്ങനെ ഇരിക്കുന്നു? സാക്ഷിഭാവത്തിൽ. എന്നിലെ ഞാൻ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നിലെ താൻ സാക്ഷിഭാവത്തിലിരിക്കുന്നു. എല്ലാവരിലും ആ സാക്ഷിയില്ലേ? അഹം സാക്ഷി ഇത് വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്ത സ വിദ്വാൻ ഇത് വേദാന്ത ഡിണ്ടിമ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. ഞാൻ ആ സാക്ഷി. ഈ കുട്ടപ്പനല്ല ഞാൻ, എന്നിലെ സാക്ഷി. ആ സാക്ഷിഭാവത്തിലുള്ള ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ജ്വലിക്കട്ടെ, സ്ഫുരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ